ഹലോ! അങ്ങനെ പവിത്രം പുതിയ പ്രൊമോ ആകപ്പാടെ കഥകള് മാറി മറിയുകയാണ് അല്ലെ. എല്ലാം വിക്രത്തിന്റെ തലയിലായി കഴിഞ്ഞു. ഇതിന്റെ പിന്നില് ശ്രീകാന്തിന്റെ കളിയാണ് എന്നുള്ളത് നമ്മുടെ വേദയ്ക്ക് ഏകദേശം മനസ്സിലാകുമായിരിക്കും അല്ലെ. എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വേദയുടെ വീട്ടില് ദീപ്തി ഈ ഒരു ന്യൂസ് പേപ്പറിൽ ഈ ഒരു വാർത്ത അറിയുകയാണ്. വരുൺ കൊല്ലപ്പെട്ട വിവരം അറിയുകയാണ്. ഈ വാർത്ത അറിഞ്ഞ പാടെ തന്നെ ദീപ്തി ബോധം കെട്ട് വീഴുന്നുണ്ടേ. പിന്നീട് നമ്മുടെ വേദ ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് നമ്മുടെ വേദയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൻ ഒരിക്കലും നന്നാകാൻ പോണില്ല അച്ഛാ, അവൻ ഇങ്ങനെ ദുഷിച്ച രീതിയിലേ നടക്കുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ വിക്രത്തിനെ കുറെ കുറ്റം പറയുന്നുണ്ട്. അപ്പൊ വേദ ഈ ശ്രീകാന്തിന്റെ ഈ ഒരു സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ വാസവന്റെ വീട്ടില് ആ ഒരു വരുണിന്റെ അരികില് അമ്മയിരുന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നു. അച്ഛൻ വാസവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ തളർന്നൊടിഞ്ഞ് അവിടെ ഇരിക്കുന്നു. അപ്പൊ ശ്രീനിവാസൻ വന്നിട്ട് നമ്മുടെ വാസവന്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ കളിയിൽ വിക്രമില്ല, ആരൊക്കെയോ വിക്രത്തിനെ കുരുക്കാൻ വേണ്ടി നല്ല പ്ലാൻ ഒരുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ലാസ്റ്റ് വേദ ആ മരിച്ച വീട്ടിലേക്ക് വരുന്ന ഒരു നിമിഷങ്ങളും നമ്മുടെ ശ്രീനിവാസൻ സാറിനെ കാണുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് നമ്മുടെ വേദ പോകുന്നുണ്ട്. എന്നിട്ട് കൊട്ടക്കലിപ്പിൽ നോക്കുന്നുണ്ട്. അപ്പൊ വേദയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.